അകത്തേക്ക് വാ. ഇല്ലമ്മേ, ഇനി ലേറ്റ് ആക്കണ്ട. വാ നമുക്ക്. ഡിസിഷനാണോ? അതെ. എങ്കിൽ ഞാനും ചെമ്പകമംഗലത്തേക്ക് പോകുന്നില്ല. എന്റെ ഭാര്യ അമ്മയൊക്കെ ഇവിടെയല്ലേ, ഞാനും ഇവിടെ തന്നെ താമസിക്കും. ഏയ്, അത് വേണ്ട കാർത്തിയേട്ടാ. അതെന്താ വേണ്ടാത്തത്? എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യ. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാനും പറ്റില്ല. എനിക്കും അങ്ങനെ തന്നെയാണെന്ന് കാർത്തിയേട്ടൻ അറിയാലോ. പക്ഷെ കാർത്തിയേട്ടൻ ഞങ്ങളോടൊപ്പം നിന്ന അതിന്റെ പഴി കേൾക്കുന്നത് ഞാനും അമ്മയും കൂടിയായിരിക്കും. കാർത്തിയേട്ടനെ ഞാൻ തട്ടിയെടുത്തു എല്ലാവരും പറയും. തട്ടിയെടുക്കുന്ന എന്തിനാ? അവരുടെയൊക്കെ അനുവാദത്തോടെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചല്ലേ. അതൊന്നും ആരും ഓർക്കില്ല കാർത്തിയേട്ട. മീനാക്ഷി പറയുന്നതിലൊരു കാര്യമുണ്ട് മോനെ. അമ്മ വല്ലാതെ വിഷമിക്കും. സ്നേഹം ഇല്ലാത്തവളൊന്നുമല്ല ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ. അമ്മ വിഷമിക്കുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ എന്തു ചെയ്യും? കാർത്തിയേട്ടന് ഇവിടെ എപ്പോഴും വരാലോ. ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് മുത്തശ്ശിക്ക് തോന്നാതിരുന്നാ മതി. ദേവമ്മ പറഞ്ഞത് ശരിയാ. ഇതൊരു വലിയ വഴക്കായിട്ടൊന്നും വളർത്തിക്കൊണ്ടു പോണ്ട. അതാ ശരി. എങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. എന്തായാലും ദേവമ്മ മീനാക്ഷിക്ക് കൂട്ടായിട്ടുണ്ടല്ലോ, ആ ഒരു ഉറപ്പ് മാത്രം മതി എനിക്ക്. എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് വരാം മീനാക്ഷി. ശരി മോനെ, അമ്മ ഇത്തിരി കഞ്ഞി വെച്ചിട്ടുണ്ട്. എന്റെ മോനത് കഴിച്ചിട്ട് പോയാ മതി.